AK സ്റ്റെഫിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. സ്റ്റെഫിൻ, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ സംസാരിച്ച് പോവുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം എവിടെയാണ്? ഈ മറ്റു നടപടികളൊക്കെ എങ്ങനെയാണ്? ഇന്ന് തന്നെ സംസ്കാരവും ഉണ്ടാകുമോ? പൂജ, ഇപ്പോഴും മൃതദേഹം ഇടപ്പഴഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 9:30 മണിയോട് കഴിയുമ്പോൾ ഇവിടെ നിന്നും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. ഇൻക്വസ്റ്റ് ഇവിടെ പ്രാഥമികം നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുക്കൾ ഒരു 9 മണിയോടുകൂടി ഇവിടെ വരും. അതിനുശേഷം ബന്ധുക്കൾ ഈ മൃതദേഹം ഇവിടെ നിന്നും പോലീസിന്റെ സാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇന്ന് സംസ്കാരം ഉണ്ടാവുക. വൈകിട്ട് 3 മണിയോടുകൂടി തൃക്കടാപുരത്ത് ആനന്ദിന്റെ വീട്ടുവളപ്പിൽ സംസ്കാരം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി പാർട്ടി നേതൃത്വമെല്ലാം ഇങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടപ്പഴഞ്ഞിയിൽ നിന്ന് തൊട്ടടുത്താണ്, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആനന്ദിന്റെ വീട്. അവിടെ നിന്നും ആത്മഹത്യ ചെയ്ത് കണ്ടെത്തിയതിനെ തുടർന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ആശുപത്രിയിൽ എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇന്നലെ വലിയൊരു തരത്തിലുള്ളൊരു പ്രതിഷേധം, ചില പ്രശ്നങ്ങളെല്ലാം ഈ ആശുപത്രിയിലും ഉണ്ടായിരുന്നു. ഈ നേരത്തെ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായത് പോലെയല്ല എങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളും എല്ലാം തമ്മിൽ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം BJPക്ക് വലിയ ക്ഷീണം ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനി ഏതായാലും ഏത് തരത്തിൽ ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. തീർച്ചയായും അത്രത്തോളം വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആത്മഹത്യയാണ്. ആത്മഹത്യാ കുറിപ്പിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പല തർക്കങ്ങളൊക്കെ നമ്മൾ ഈ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അതിൽ കൂടുതൽ ഒരു ആത്മഹത്യ എന്നുള്ള നിലയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിലൊക്കെ തന്നെയും അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പോൾ ആനന്ദ് ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യുമ്പോഴും ആ കുറിപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും തന്നെ തഴഞ്ഞു. ഒപ്പം മാഫിയയുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള ഭീഷണി, അങ്ങനെ കുറെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നുണ്ട്. അപ്പോൾ BJP നേതൃത്വം പ്രതിരോധത്തിലായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്.